ഹലോ, ആരെങ്കിലും ഉണ്ടോ ലൈവിൽ? നമുക്ക് കുറച്ച് കത്തി വയ്ക്കാം. ഹലോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇട്ടാൽ നമുക്ക് കത്തി വയ്ക്കാം. പൂപ്ലി ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? 6 പേര് ലൈവിലുണ്ട്. അപ്പോൾ സംഭവം എന്താ, നമ്മുടെ പ്രത്യേകിച്ചൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കത്തി വയ്ക്കാൻ വേണ്ടി വന്നതാണ്. കത്തി വയ്ക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ഉള്ളൂ. ഇതാ കത്തി വച്ചു. ഇതാണ് കത്തി വയ്ക്കുക എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടിയത്. ഓക്കെ, നല്ല വിശേഷം. ഷഹാൻ ഹലോ, ഹായ് ബ്രോ. പിന്നെ ഞാൻ ഇന്ന് ജസ്റ്റ് വന്നെങ്കിൽ നമുക്കൊരു ഫണ്ണാക്കി എടുക്കാം ഇന്നത്തെ ലൈവ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സംഭവം ഒരു ചെറിയൊരു വിഷയം തരാം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത മീറ്റപ്പ് എന്നാണെന്ന് അറിയിക്കണേ. അടുത്ത മീറ്റപ്പ് നമ്മളിപ്പോൾ ഓണം ആ ഒരു സമയത്തായിരിക്കും ഏറെക്കുറെ. അതിനു മുന്നേ എന്തായാലും ഓണത്തിന് മുന്നേ ഒരെണ്ണം കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക. അതെ, കത്തി കൊണ്ടുവന്നിട്ടുണ്ട്. കത്തി വച്ചു കണ്ടോ? കത്തി വയ്ക്കാൻ വേണ്ടി കത്തി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഹലോ, റജി ജി മാത്യു ഹായ് ഹലോ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് അറിയേണ്ടത്, നിങ്ങൾ വിവാഹം കഴിച്ചത് കൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഈ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഈ കൂട്ടായ്മയിലേക്ക് വന്നത്. കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ സ്വന്തമായി ഒരാളെ കണ്ടെത്തി വിവാഹം കഴിച്ചതാണോ, അതേ വീട്ടുകാർ കൊണ്ട് തള്ളിയിട്ടതാണോ? അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. മീറ്റിംഗ് കണ്ണൂർ നടത്തുമോ? കണ്ണൂർ എന്തെങ്കിലും നടത്തും. പിന്നെ കണ്ണൂരൊക്കെ നടത്താൻ ഭാഗ്യമുണ്ടാവട്ടെ. രാകേഷ് ഹായ്. വല്ല കാട്ടിലും കൊണ്ടുവയ്ക്കാതെ തിരുവനന്തപുരം സിറ്റിയിൽ വെച്ചാൽ എല്ലാവർക്കും വരാം. ജയമോൻ കാട്ടിലല്ല ബ്രോ വെച്ചത്, നമ്മൾ പേട്ടയിൽ തന്നെയായിരുന്നു ഫസ്റ്റ് ഹാവുവിൻ്റെ പരിപാടി വെച്ചത്. എല്ലാവർക്കും പെട്ടെന്ന് എത്താനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയൊരു പരിപാടിയായിരുന്നു. അത് കാട്ടിലൊന്നും അല്ല, നല്ല കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഒരു 5 കിലോമീറ്ററോ 10 കിലോമീറ്ററൊക്കെ മാറി തന്നെ. 10ഒന്നുമല്ല, ഒരു 5-6 കിലോമീറ്റർ മാറി. എൻ്റെ പെണ്ണ് ചേട്ടായി ഗ്രൂപ്പിൽ നിന്ന് പിന്മാറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പിന്മാറാനോ? അതിനാര് താങ്കളെ ഇവിടെ പിടിച്ചു വച്ചേക്കുന്നു? അടുത്ത മീറ്റപ്പ് അടുത്ത മീറ്റപ്പ് അത് എന്തായാലും പേജിൽ വരും, അതിൻ്റെ കാര്യങ്ങളൊക്കെ. കത്തി വെച്ചോളൂ. ഓക്കെ, ഹലോ. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. മുരളി ഹായ് പറയുന്നുണ്ട്. പിന്നെ സ്വന്തമായി കണ്ടെത്തി കഴിച്ചതാണ്. ഓക്കെ, വിവാഹത്തിൻ്റെ കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ നമുക്ക് ചർച്ച ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ പലവരും നമ്മളുടെ അടുത്ത് വന്ന് പരാതി പറയാറുണ്ട്, ഇതേപോലെ എന്നെ വീട്ടുകാർ കൊണ്ട് തള്ളിയിട്ടതാണ്. ചിലവർ പറയും വിധിയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, സംഭവം എന്താണ്? നിങ്ങളെ വിവാഹം എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് എത്തിക്കാൻ എന്താണ് കാരണം? നിങ്ങളായിട്ട് പോയി എടുത്ത് ചാടിയതാണോ, അല്ല എന്താണ് വേറെ ആരെങ്കിലും കൊണ്ട് കുഴി തള്ളിയിട്ടതാണോ? എന്താണ് നിങ്ങളുടെ എല്ലാ അഭിപ്രായം? ലീലാമ്മ ഹായ് പറയുന്നുണ്ട്. മുകേഷ് ഹായ്. ശ്യാം ഹായ്. ബിന്ദു ലത ഹായ് പറയുന്നുണ്ട്. നാസർ ഹായ്. ഷെറോൺ ഹലോ. ജോജോ ഹായ്. തങ്കച്ചൻ ഹായ്. അപ്പോൾ ഹായ് പറയാതെ ഇതിൻ്റെ അഭിപ്രായം കൂടെ പറയാം. അപ്പോൾ ഓരോരുത്തർ നമുക്ക് എന്നിട്ട്
അതിൽ എന്തെങ്കിലും രസകരമായ കാര്യം ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ ഞാൻ അതും വായിക്കാം. കഴിഞ്ഞ പ്രോഗ്രാം കാട്ടാക്കടയിലോ? ഇത് ആരാണ് പറഞ്ഞത് കഴിഞ്ഞ പ്രോഗ്രാം കാട്ടാക്കടയിലാണ് നടത്തിയതെന്ന്? കഴിഞ്ഞ പ്രോഗ്രാം പേട്ടയിലാണ് നടത്തിയത്. പേട്ട നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളതാണെങ്കിൽ ട്രിവാൻഡ്രത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്നുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കറിയാം ട്രിവാൻഡ്രത്ത് നിന്ന് എത്ര ദൂരെയാണ് പേട്ട എന്നുള്ളത്. ജസ്റ്റ് ഒരു അതുമല്ല, നമ്മൾ പേട്ട തിരഞ്ഞെടുക്കാൻ കാരണം ട്രെയിനിൽ വരുന്നവർക്ക് കുറച്ച് എളുപ്പമാകും. കാരണം പേട്ടയിൽ തന്നെ സ്റ്റോപ്പുണ്ട്. സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. വരുന്നവരടുത്ത് ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും റൂമറൊക്കെ അറിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, പ്രണയവിവാഹവും എല്ലാം പരാജയമാണെന്ന് പറയുന്നു. അത് 2 വിവാഹം കഴിച്ചു, അതൊന്ന് വ്യക്തമാക്കണം. എന്തൊരു പൂപ്പിയോ? അപ്പോൾ എന്നെ മനോരമ ചതിച്ചതാ. നില രശ്മി മനോരമ അങ്ങനെ പലവരെയും ചതിച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ചിട്ടേ ഇല്ല. ഷെറോൺ. പ്രവീൺ കുമാർ ഹായ്. മഹേഷ് ഹായ്. കോഴിക്കോട് മീറ്റിംഗ് ഉണ്ടെങ്കിൽ വരാം. കോഴിക്കോട് കാണുമായിരിക്കും. വിധിയെന്ന് വെച്ച് ആശ്വസിക്കാം. എന്നെ മനോരമ ചതിച്ചതാ. വീണ്ടും അത് വരുന്നു. ആ സമയം എടുത്ത് ചാടിപ്പോയി. മുമ്പും പുറകും നോക്കാതെ ചാടിപ്പോയി. മനോജ്. മുമ്പും പിമ്പും നോക്കാതെ ചാടിപ്പോയി. ഓക്കെ. ബിജിമോൻ. എല്ലാവർക്കും നമസ്കാരം. റഷീഷ്. ജോജോ ഹായ്. അടുത്ത സംഗമം തൃശ്ശൂർ എന്നാൽ ആയാലോ? അടുത്തത് ആ ഒരു ഏരിയയിൽ തന്നെ ആയിരിക്കും. അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ ജീവിതം. കാരണം രണ്ട് വ്യക്തികളല്ലേ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് തന്നെ ആവുമല്ലോ. ഹായ് ഷാലിൻ ചേച്ചി ഹായ് പറയുന്നുണ്ട്. രജനി ഹാഷ നായർ ഹായ്. അപ്പോൾ ശൈലേഷ് കുമാർ. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, നിങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കുഴിയിൽ ചാടിയതാണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ പൊക്കിക്കൊണ്ട് പോയിട്ട് കുഴിയിൽ എറിഞ്ഞതാണോ? നിള അപർണ. ഓക്കെ ബ്രോ ബായ്. പിന്നെ വരാമെന്ന് പറഞ്ഞാൽ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ. എൻ്റെ വിവാഹം വീട്ടുകാർ നടത്തിയതാണ്. പൂപ്ലി. ഇത് ഒറിജിനൽ പേരാണോ പൂപ്ലി? ഓക്കെ. അപ്പം വീട്ടുകാർ കൊണ്ട് ഒരു കുഴിയുടെ അവിടെ നിന്നപ്പോൾ വീട്ടുകാർ കൊണ്ട് പിടിച്ച് തള്ളിയിട്ടതാണ്. എന്താണ് ഇപ്പോൾ ഒരു ലൈവ്? ചുമ്മാ ലൈവ്. സന്ധ്യ അതാണ്ട കത്തി വയ്ക്കാൻ വന്നതാണ്. ഞാൻ കത്തി വയ്ക്കാൻ വന്നതാണ്. കണ്ട, കത്തി വച്ചു. ഇല്ല, കത്തി എന്തിനാ കൊണ്ടുവന്നത്? കത്തി വയ്ക്കാൻ കൊണ്ടുവന്നതാ ബ്രോ. ഷൈന പ്രസന്നൻ ഹായ്. മിഥുൻ. ജ്യോതിഷ് കുമാർ ഹായ്. ശരത് ഹായ്. സുധീഷൻ ആനന്ദ്. ഗാനവിജയ് ആരായിരുന്നു? ഗാനവിജയോ? അത് മനസ്സിലായില്ല. നമ്മളിപ്പോൾ ഒരു തയ്യൽ മെഷീൻ്റെ ഒരു പരിപാടി നടത്തിയിരുന്നു. യൂറോപ്പിൽ നിന്നും ഒരു ഹായ് ആൻഡ് ആൾ. യൂറോപ്പിൽ. അപ്പം നമുക്ക് ഒരു ഹാവ് പരിപാടി യൂറോപ്പിൽ സെറ്റ് ചെയ്താലോ? എങ്ങനെ ഉണ്ടാവും? പ്രിയ ഹായ്. അറേഞ്ച് മാരേജ് ആയിരുന്നു. ഓക്കെ, അറേഞ്ച് മാരേജ് ആയിരുന്നു. ബ്രോക്കർ ഉണ്ടായിരുന്നു. അതാരാ പറഞ്ഞ സംഭവം? ബ്രോക്കർ ഉണ്ടായിരുന്നു എന്നുകൂടെ പറയൂ കേട്ടോ. കാരണം ബ്രോക്കർമാർ ഭയങ്കരമായിട്ട് തള്ളി മറിക്കും. നിങ്ങൾക്ക് പലവർക്കും അനുഭവമുള്ളതായിരിക്കും. ബ്രോക്കർമാർ പറയും, ആനയാണ് ആ പയ്യനുണ്ടല്ലോ, വെള്ളം കൈകൊണ്ട് തൊടത്തില്ല. അവ 24 മണിക്കൂറും വെള്ളത്തിലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ പെൺപിള്ളേരെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സുനിത യൂറോപ്പിൽ നിന്നും ഒരു ഹായ്. ഓക്കെ, യൂറോപ്പിൽ നിന്നും ഒരു ഹായ്. അപ്പോൾ നമുക്ക് യൂറോപ്പിലേക്ക് നമുക്കൊരു ഹാവുവിൻ്റെ പരിപാടിയൊക്കെ വയ്ക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അനുരാജ് ഹായ്. നാരായണൻ ഹലോ. പിന്നെ ഷമീർ ഷാ. ഒരുപാട് കമൻസ് വരുന്നുണ്ട്. മുകേഷ് യാം ചെന്നൈ. അപ്പോൾ നമുക്ക് ചെന്നൈയിലും ഹാവ് പരിപാടി വയ്ക്കാം. എന്താ, പൊളിക്കില്ലേ ചെന്നൈയിലേക്ക് വഹിച്ചാൽ? അപ്പോൾ പറയൂ, നിങ്ങളുടെ ബ്രോക്കർമാർ എന്തൊക്കെ തള്ളിയിട്ടാണ്? ബ്രോക്കർമാർ വഴിയൊക്കെ ഇതേപോലെ വരുമല്ലോ.
അപ്പോൾ ബ്രോക്കർമാരൊക്കെ എന്തൊക്കെ തള്ളിയിട്ടാണ് നിങ്ങളുടെ വിവാഹം നടത്തിയത് എന്നൊന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ അത് കേട്ടൊന്ന് രസിക്കായിരുന്നു. മിക്ക ഈ പെൺപിള്ളേരെ കുറിച്ച് പറയുന്ന മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ അവള് മറ്റൊരു പുരുഷന്റെ മുഖത്ത് നോക്കത്തില്ല, അങ്ങനത്തെ ഒരു കൊച്ചാണ്, നിനക്ക് കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്. ഇതൊക്കെ പറയുന്ന കുറേ ടീംസ് കാണുമല്ലോ. ഇതിൽ ആരെയും വഴി തെറ്റിക്കരുത്, പറ്റുന്ന നല്ല സഹായം അവരെ നല്ലത് പറഞ്ഞത് സഹായിക്കുക, ചതിക്കരുത്. ബിനു, അതെ. രജനി, ആശ ചിരിക്കുന്നുണ്ട്. റീന ഹായ്. സന്ധ്യ നെക്സ്റ്റ് ഒരു ട്രിപ്പ് ആയാലോ അഡ്മിൻ? യാ വൈ നോട്ട്. മുകേഷ് ജോസ് ഓക്കെ. ജിതീഷ് ഹായ്. ബിജി ഹായ്. കുറേ പേര് ഹായ് പറയുന്നുണ്ട്. ജലജ ലക്ഷ്മി പി എസ് ഹായ്. മേലാനി പെട്ട് ഒരുപാട് പേര് ഹായ് പറഞ്ഞുണ്ട്. ജിജോ പറയുന്നു ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ബ്രോക്കറെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? മലയാള മനോരമ ചതിച്ചവരുണ്ട്, പിന്നെ മാട്രിമോണി ചതിച്ചവരുണ്ട്. ബ്രോക്കർ കള്ളം പറഞ്ഞിട്ടാണ് വിവാഹം കഴിപ്പിച്ചത്. അയാൾ പറഞ്ഞ ഒരു ഗുണവും ഞാൻ കണ്ടില്ല. അയാൾ എന്ത് ഗുണമാണ് അയാളെ കുറിച്ച് പറഞ്ഞത്? നല്ല കടുപ്പമുണ്ട്, നല്ല രുചിയാണ്, നല്ല ടേസ്റ്റാണ്, അങ്ങനെ ഈ ചായക്കൊക്കെ പറയും പോലെ കുറേ ഗുണങ്ങൾ അങ്ങനെയൊക്കെയാണോ പറഞ്ഞത്? വിജിത ഹായ് പറയുന്നുണ്ട്. വിനോദിനി. കണ്ണൻ ഹായ് ബ്രോ ഹായ്. ലിജു ഹായ്. ജിജോ പുച്ഛം. അപ്പോൾ ഈ പെൺപിള്ളേരെ കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങളാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഒരു പുരുഷന്റെ മുഖത്ത് നോക്കത്തില്ല, കോളേജ് വീട്, കോളേജ് വീട്, കോളേജ് വീട്, ഇടയ്ക്ക് എവിടെയെങ്കിലും അങ്ങനെയൊക്കെ കുറേ പറഞ്ഞാണല്ലോ. അങ്ങനെയൊക്കെയാണ് മിക്ക ബ്രോക്കർമാർ പറയുക എന്ന് തോന്നുന്നു. പിന്നെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ തങ്കപ്പെട്ട കുടുംബം. ആ ജില്ലയിൽ ഇതേപോലെ ഒരു ഒരാളെ, ഒരു ഫാമിലിയെ കണ്ടെത്താൻ പറ്റില്ല. ഇത് പറയുന്നത് നമ്മുടെ ആണുങ്ങളെയും പെണ്ണുങ്ങളുടെയും വീടിനെ കുറിച്ചൊക്കെ ഇവർ തള്ളി മറിക്കാറുണ്ട്. രജനി പറയുന്നു ബ്രോക്കറെ കിട്ടിയാൽ ഞാൻ കുത്തിക്കൊല്ലും. സുനിത ഹായ്. ഞാൻ കാനഡ ഹായ്. നമുക്ക് കാനഡയിൽ ഒരു പരിപാടി വയ്ക്കാം. അപ്പോൾ ഹായ്. ഒരുപാട് മെസ്സേജ് ഇത് വരുന്നുണ്ട്. വിജയ ഹലോ. എനിക്ക് കുറേ ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. 50 വയസ്സ് പ്രായമുള്ള നായർ. അതിനിടയ്ക്ക് കല്യാണമാലോചന, അടിപൊളി. ഉണ്ണികൃഷ്ണൻ ഓണത്തിനിടയ്ക്ക് പൊട്ടുകച്ചവടം, അതും കൊള്ളാം. ഇത് കൊണ്ട് എന്താണ് പ്രയോജനം? ഇതുകൊണ്ട് ലൈവ് കൊണ്ടാണോ? ഞാൻ കുറച്ച് നേരം വെയിലേ ഉള്ളൂ, അത് തന്നെ പ്രയോജനം. പ്രേമിച്ച് കെട്ടിയ പെണ്ണ് തന്നെ പറ്റിച്ച്. ഇത്രയും നേരം ഈ അറേഞ്ച് മാരേജിന്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പ്രേമിച്ച കെട്ടിയ ഒരാളെ ഇപ്പോൾ കണ്ടു. നിങ്ങളും വരട്ടെ, വെൽക്കം. അപ്പോൾ എങ്ങനെയാണ് പറ്റിച്ചതെന്ന് പറയണ്ട, എന്തായിരുന്നു? സ്വന്തമായിട്ട് വീട്ടുകാരൊക്കെ സമ്മതിച്ചിട്ടാണോ വിവാഹം കഴിച്ചത്? അതേ ഒളിച്ചോട്ടം അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു? ദേവ് അജിത്താണ് അത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജിഷ്, പ്രഭുല എന്നിവർ ഹായ് പറയുന്നുണ്ട്. ഫ്രം കോട്ടയം എന്ന് പറയുന്നത് ശ്രീകുമാർ. കേൾക്കാൻ കഴിയുന്നില്ല. ബിനിത സോറി. ബുഷ്ര, ജയശ്രീ ഹായ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നല്ലപോലെ കുടുംബം നോക്കുക, ലഹരി ഉപയോഗിക്കില്ല, നല്ലപോലെ കെയർ ചെയ്യുന്നതാണ്. ഇതെല്ലാം വിപരീതമായിരുന്നു ഞാൻ അനുഭവിച്ചത്. ആർക്കും എൻ്റെ വിധി ഉണ്ടാകാതിരിക്കണം. അങ്ങനെ പറയും. അതെ, അത് മിക്കവരും പറയുന്നതാണ് ആണുങ്ങളെ പറ്റി. കുടിക്കില്ല, വലിക്കില്ല, വലിപ്പിക്കില്ല, ഇങ്ങനെ കുറേ ഗുണഗണങ്ങൾ ആണുങ്ങളെക്കുറിച്ച് പൊതുവെ പറയുന്നതാണ്. കുടിക്കില്ല, വലിക്കില്ല, വലിപ്പിക്കില്ല, അല്ലേ? ജോണി, പ്രസീത, ശ്രീല എല്ലാവരും ഹായ് പറയുന്നുണ്ട്. ചായ കുടിക്കാറായോ? ഞാൻ ഒരു ചായ കുടിച്ചിട്ടായിരിക്കുന്നത്. ഹായ്. പിന്നെ വീട്ടുകാർ പറയുമല്ലോ, വീട്ടുകാർ പറയും അവന് അല്ലെങ്കിൽ അവളെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്, അവളെ കണ്ടറിയാം. അല്ലെങ്കിൽ ഈ വീട്ടുകാർ ചേർന്നിട്ടേ കുറേ
ഈ മുഖലക്ഷണം ജ്യോത്സ്യം കാര്യങ്ങളുണ്ട്. അത് മെയിനായിട്ടുള്ള അവളുടെ കണ്ണ് കണ്ടോ, അവളുടെ പാദം കണ്ടോ, അത് കണ്ടറിയാം നല്ലതാണ്, നിന്റെ ഭാഗ്യമാണ്. പിന്നെ ഭാഗ്യം ഇങ്ങനെ കയറി വരും. പിന്നെ അവളെ മുടി കണ്ടോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. ഈ സ്ത്രീകളെ കുറിച്ചാണ് പ്രത്യേകിച്ച് പറയുന്നത്. പിന്നെ ആണുങ്ങളെ കുറിച്ച് ഈ പുരികം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ റൂമർ അടിച്ചിറക്കി. അല്ല, നല്ല ആളുകളുണ്ട് അവരുടെ. ഞാൻ ഈ ഗ്രൂപ്പിലായതുകൊണ്ട് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. നല്ല ആളുകളും ഒരുപാടുണ്ട്. ഷഹീർ ഹായ്, അനീസ് റാം ഹായ്, ബാലാജി ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. പിന്നെ എന്താണ്, പിന്നെ ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ട്, 10 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്ത് അവൻ്റെ. അതിലാണ് ഈ സ്ത്രീകൾ കുറേ പേരൊക്കെ വീഴുന്നു പോകുന്നത് കേട്ടോ. ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട്. ഇത് കേൾക്കുമ്പോൾ പലവരും വീഴുന്നു. എന്നിട്ട് ഫസ്റ്റിൽ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആദ്യ രാത്രി എന്നെ പെണ്ണിൻ്റെ കെട്ടുതാലി വരെ അഴിച്ചെടുത്ത് കൊണ്ടുപോയി പണയം വയ്ക്കും. അതാണ് ഇട്ടുമൂടാനുള്ള സ്വത്ത് മിക്കവരുടെയും. ഇല്ലേ, ഇങ്ങനെ കുറേ തള്ളു നിങ്ങൾ കേൾക്കുന്നതല്ലേ. ഇട്ടുമൂടാനുള്ള സ്വത്തുള്ള കുടുംബത്തിലേക്കാണ് നിന്നെ കെട്ടിച്ചയക്കുന്നത്. അവർക്ക് പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ മെയിനായിട്ട് ഈ സ്ത്രീധനം ചോദിക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. സുനിത മേലനി പീറ്റർ ഹായ്, ഓക്കെ. പ്രസീത ബാബു നല്ല തേപ്പ് കിട്ടി ഈ ഗ്രൂപ്പിൽ നിന്നും. എന്താണ് പറയൂ, കേൾക്കട്ടെ. ഷൈൻ ധരൻ സാപ്പിയൻസ് ഹായ്, വ്യത്യസ്താണോ? ഓക്കെ. രാജ് രാഘവൻ ഹായ്, ജിവിൻ ഹായ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പണത്തിൻ്റെ ബാക്കിയൊക്കെ പോയി പറ്റിക്കപ്പെട്ട ഒരുപാട് പേര് എനിക്ക് തന്നെ അറിയാം. നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് പേര് ചതിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ പോയി കൊടുക്കും. പിന്നെ അവൻ്റെ സ്വഭാവം, അവൻ ഫുൾ ടൈം കഞ്ചാവായിരിക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. സുധീഷൻ ഹായ്, ജിനു താങ്കളുടെ പ്രോബ്ലം എന്തായിരുന്നു? സീന JS ഹായ്. അപ്പോൾ പറയൂ ഞാൻ ചോദ്യം ചോദിച്ചതിന് 1-2 പേരെ ആൻസർ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത് എന്താണ്, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, അല്ലെ പ്രണയിച്ച് വിവാഹം കഴിച്ച ആൾക്കാരാണോ? പ്രണയിച്ച് പോയി അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കുഴിയിൽ കൊണ്ട് ചാടിച്ചതാണോ, അതായത് നിങ്ങൾ സ്വന്തമായിട്ട് പോയിട്ട് എടുത്ത് ചാടിയതാണോ? മൂന്നാമതൊരാൾ കടന്നു വരുമ്പോഴാണ് മിക്ക റിലേഷനും തകരുന്നത്. അതെ. നിലാരശ്മി പറയുന്നുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അഡ്മിൻ, പെണ്ണുങ്ങൾ കൂടുതൽ വീഴുന്നത് ബാധ്യത ഇല്ല എന്ന് പറയുമ്പോഴും അമ്മായിയമ്മ ഇല്ല എന്ന് കേൾക്കുമ്പോഴും അത് ശരിയാട്ടോ. ഒരു കണക്കിന് അമ്മായിയമ്മ ഇല്ല എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കിട്ടില്ല. അതാ ഞാനും ഈ ഗ്രൂപ്പിൽ വന്നത്. ആരെങ്കിലുമൊക്കെ കിട്ടട്ടെ. അപ്പോൾ അമ്മായിയമ്മ ഇല്ലാന്ന് കേൾക്കുമ്പോൾ പെൺപിള്ളേർക്ക് ഭയങ്കര താല്പര്യമാണെന്ന് തോന്നുന്നു. അതൊന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് അമ്മായിയമ്മ ഇല്ലാന്ന് കേൾക്കുമ്പോഴാണോ കൂടുതൽ ഇഷ്ടം, അത് അമ്മായിയമ്മ ഉണ്ടെന്ന് കേൾക്കുമ്പോഴാണോ കൂടുതൽ ഇഷ്ടം? പിന്നെ ചിലവർ അമ്മായിയമ്മ ഇല്ലെങ്കിൽ പയ്യന്മാരുടെ സ്ഥിരം ഡയലോഗാണ്, എനിക്ക് ഒരമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് നിന്നിലൂടെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുവിധപ്പെട്ട പെൺപിള്ളേരെല്ലാം വീഴും. സീന പറയുന്നു കെട്ടിച്ചു വിട്ടതാ. ശ്രുതി കെ പ്രസാദ്, ആ ബ്രോക്കർ വഴി വന്ന ആലോചനയാണോ? സീന പറയൂ, ബ്രോക്കർ വഴി വന്ന ആലോചനയാണോ അതോ വീട്ടുകാർ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കൾ കൊണ്ടുവന്ന ആലോചനയാണോ? അതൊക്കെ പറയൂ. അല്ല, ബ്രോക്കർ ചതിച്ചതാണോ ഇനി ബന്ധുക്കൾ ചതിച്ചതാണോ? ബന്ധുക്കൾ ചതിച്ചതാണെങ്കിൽ ഏതോ പകയുള്ള ബന്ധുക്കളാണോ എന്നും കൂടെ ഒന്ന് പറയൂ. രാജ് അറേഞ്ച് മാരേജ് ആണെന്ന് പറയുന്നു. ആരാണ് ആ ചതി? എന്താണ് ആ പുള്ളിക്കാരിയുടെ ആലോചന കൊണ്ടുവന്നത്? അത് ഒന്ന് പറയൂ. അതെ, പേരൻസ് ഇല്ലാത്തതിന് ഒരു പ്രത്യേക ഒരു താല്പര്യം പൊതുവെ ബ്രോക്കർ കൊണ്ടുവന്നതാണെന്ന് സീന പറയുന്നുണ്ട്. ബ്രോക്കറെ ഇപ്പൊ കണ്ടാൽ എന്ത് ചെയ്യും? ഇപ്പൊ കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യും? അതെ.
അമ്മായി അമ്മ ബ്രെയിൻ വാഷിങ്. ആഹാ, അത് മിക്കയിടത്തും ഉണ്ട്. ചിലയിടത്ത് ഈ ഒറ്റമോളൊക്കെ ഉള്ളിടത്താണ് കൂടുതലും കണ്ടുവരാറുള്ളത്. ഇനി പറഞ്ഞിട്ടെന്ത് ശ്രുതി, ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ഇത് ഇപ്പോഴെങ്കിലും പറയണ്ടേ നമ്മൾ? കാരണം നമ്മളിത് ഒരു തമാശയായിട്ട് എടുത്ത് ചിരിക്കാനുള്ള ഒരു അവസരം നമ്മൾ പാഴാക്കാൻ പാടില്ലല്ലോ. പേരൻസ് ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. അനുഭവം ഓക്കെ. അല്ല, പേരൻസ് ഇല്ലാത്ത ഫാമിലിയിലേക്കാണ് പെൺകുട്ടികൾക്ക് കൂടുതൽ താല്പര്യമെന്ന് പൊതുവെ ഒരു സംസാരമുണ്ട്. അയാൾ മരിച്ചു, ഓഹോ പ്രാഗിക്കൊന്നതാണോ സീന? സത്യം പറ. ജസ്റ്റിൻ തോമസ് ഹാർട്ട് അയക്കുന്നുണ്ട്, താങ്ക് യു. ഷഹീർ ഹായ്. ജസ്റ്റിൻ തോമസ്. പിന്നെ ഇപ്പോൾ സന്തോഷിക്കുന്നവർ ഒരു സമയമാകുമ്പോൾ ഇവരെല്ലാം അമ്മായിയമ്മ ആകും. അതെല്ലാവരും ആവുമല്ലോ. പഴുത്തയില പച്ചയില നമുക്കറിയാവുന്നുള്ളതല്ലേ. പ്ലീസ് ട്രൈ ടു ഓർഗനൈസ് എ ഹൗ ലൈക്ക് മീറ്റിംഗ് ഇറ്റ് മലബാർ സൈഡ്. നെക്സ്റ്റ് നമ്മൾ സെൻട്രൽ കേരളമായിരിക്കും. എന്നുവെച്ചാൽ എറണാകുളം, തൃശ്ശൂർ, കോട്ടയം അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഞാൻ പോയി തലവെച്ച് കൊടുത്തു. ഏതിനാണ് തലവെച്ചത്? നാണു, എന്താണ്, മലബാർ എക്സ്പ്രസ്സിനാണോ അല്ല കന്യാകുമാരി എക്സ്പ്രസ്സിനാണോ, ഏതിനാണ്? ഹായ് ബ്രോ, തൃശ്ശൂർ വച്ചാലോ? തൃശ്ശൂർ വയ്ക്കാം, നമ്മൾ അറിയിക്കാം എവിടെയാണെന്നുള്ളത്. 4 വർഷമായി കേസ് നടക്കുന്നു. ഈ കേസിൻ്റെ കാര്യമൊന്നും പറയണ്ട കേട്ടോ. കോടതി കയറി ഇറങ്ങുമ്പോൾ നമ്മുടെ ലൈഫും വേസ്റ്റ് ആവും. പിന്നെ എന്താ, ഒന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്. നമുക്ക് വേറെ എന്തെങ്കിലും. ആരും പോകല്ലേ മട്ടനും, ഓക്കെ, ഒരുപാട്. ആരും പോകല്ലേ മട്ടനും പൊറോട്ടയും ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും മട്ടനും പൊറോട്ടയും പുള്ളിയുടെ വക. ഞാൻ നന്ദിനി, അത് പോയി. കല്യാണം കഴിച്ചത് വലിയ ദുരന്തമായി പോയി, പക്ഷേ ആള് മരിച്ചുപോയി. ഇപ്പോൾ ഒറ്റയ്ക്കാണ്, അതിലെ വലിയ സങ്കടം. റീജ അച്ചു. പ്രീതി KR ഹായ് പറയുന്നുണ്ട്. തൃശ്ശൂർ ആണെങ്കിൽ വരാൻ സൗകര്യം. നിങ്ങൾക്ക് വരാൻ സൗകര്യമായിരിക്കും, പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ കൂടെ കുറച്ച് എളുപ്പമുള്ള സ്ഥലമായിരിക്കും അടുത്തത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിപ്പം ഏതാണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇപ്പം 1 മാസം കഴിഞ്ഞേ ഉള്ളൂ ഓരോ പരിപാടിയുടെ ഇത് കഴിഞ്ഞിട്ട്. 1 മാസം കഴിഞ്ഞില്ല. 1 മാസം കഴിഞ്ഞില്ല. കഴിഞ്ഞ 5-ാം തീയതിയോ എത്രയായിരുന്നു, ഞാനേ മറന്നുപോയി. അല്ല, 25-ാം തീയതി തന്നെ, സോറി. വേറെ ഇപ്പോൾ എന്ത് ചെയ്യാൻ, അങ്ങനെ കൊടുത്തതാ കേസ്. ശ്രുതി, ഓക്കെ. അപ്പോൾ ആ ശ്രുതി, ആ കല്യാണം എങ്ങനെയാണ് നടന്നത്? ഞാൻ വായിച്ചായിരുന്നു. മിനി കോട്ടയം വച്ചാലോ? ഹായ്, ഗുഡ് ഈവനിങ്. കോട്ടയമൊക്കെ വെച്ചാൽ നിങ്ങൾക്കൊക്കെ എളുപ്പമായിരിക്കും അല്ലേ? കുറേ കോട്ടയംകാർക്കൊക്കെ ഭയങ്കര സൗകര്യമായിരിക്കും. ഒരുപാട് കോട്ടയംകാർ നമ്മുടെ പേജിലുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൽ ഇപ്പോൾ ഹാപ്പിയാണ്. അതെ, അതിൽ ഹാപ്പിയാണെങ്കിൽ അതിൽ തന്നെ മുന്നോട്ട് പോവുക. എവിടെ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നോ അതിൽ അങ്ങ് പോവുക. അല്ലാതെ ഒരു അമ്പിളി ഹായ്, മിഥുൻ പറയുന്നുണ്ട്. സിബി ഹായ്, മിനി ഹായ്, സീത ലക്ഷ്മി ഹായ്. കേസ് ഒരു വശത്ത് നടക്കുന്നതിനേക്കാൾ അതിന് പോലും പറ്റാതെ നീറിപ്പോകുന്ന എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതെ. പിന്നെ ഫിനാൻഷ്യൽ ഒരു പ്രശ്നമാണ്. കേസൊക്കെ കൊടുക്കണമെങ്കിൽ അതിൻ്റെ ബാക്കിൽ കിടക്കണമെങ്കിൽ കുറച്ചെങ്കിലും കാശില്ലാതെ അതും ഇന്നത്തെ കാലത്ത് നടക്കാൻ ബുദ്ധിമുട്ടാണ്. കോട്ടയം എല്ലാവർക്കും വരാൻ എളുപ്പമാണ്. അതിപ്പോൾ എവിടെയായാലും വരണമെന്ന് ഉള്ളവർക്ക് വരാൻ എവിടെ വേണോ വരാം. അത് മനസ്സാണ് ആദ്യം വേണ്ടത്. ഇപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണെങ്കിലും നമുക്ക് മനസ്സില്ലെങ്കിൽ അത് വരാൻ പറ്റത്തില്ല. അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാൻ വേറൊരു കേസ് പറയാം. നമ്മുടെ ഫസ്റ്റ് ഹാവിൻ്റെ പരിപാടിയിൽ തന്നെ അങ്ങ് കണ്ണൂർ കിടക്കുന്നവരാണ് ആദ്യം അവിടെ എത്തിച്ചേർന്നത്. 7:30 ആയപ്പം അവിടെ എത്തിച്ചേർന്നു. അവിടെ ട്രിവാൻഡ്രത്ത് കിടക്കുന്ന ഞാൻ എത്തിയത് 8 മണി ആയി. 8:15 ഞാൻ എത്തിയപ്പോൾ. എനിക്ക് എത്രയൊക്കെ ആലോചന വന്നതാ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി പഴയ ഓർമ്മകൾ അയവിറക്കി അവിടെ ഇരിക്കാനല്ലേ പറ്റൂ. പിന്നെ വരാനുള്ളത് വിധി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. തലയിലെടുത്ത് ഷാമ്പൂ ഇട്ട് തേച്ച് കഴുകിയാൽ മാറുമോ?
ചേട്ടാ, നമ്മൾ കുറച്ച് മലബാറുകാരുണ്ട്, പരിഗണിക്കണം. അപ്പോൾ ഉറപ്പായിട്ടും മലബാറുകാർക്കും പിന്നെ കൊല്ലംകാർക്കും കൊച്ചിക്കാർക്കും എല്ലാവർക്കും വരാം. പക്ഷേ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പലവർക്കും അറിയാം എന്ന് തോന്നുന്നു. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ അടുത്ത പരിപാടി വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ അത് പറയും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക. മനസ്സ് മാത്രം പോരാ, കാശും വേണം. എൻ്റെ കാര്യം പറഞ്ഞത് ആരൊക്കെയാണ്? അങ്ങനെ പുനർവിവാഹത്തിന് കാശും വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ പഞ്ചാബിലാണ്. ഹായ്. നാട്ടിലുണ്ടിൽ എവിടെയായാലും വരും. ഓക്കെ, വെൽക്കം പഞ്ചാബ്. ഓക്കെ, നല്ല സ്ഥലമാണ്. ഞാൻ ഓൾമോസ്റ്റ് നോർത്ത് ഇന്ത്യ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കഞ്ചാബൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ദിവസം പറഞ്ഞ പഞ്ചാബിൽ. ഹായ്, സുഖമാണോ? സുധി. ഹായ്. ഓക്കെ, അപ്പോൾ പറയൂ സുധീഷ്, നിങ്ങളുടെ കല്യാണം എങ്ങനെയായിരുന്നു? നിങ്ങളുടെ അടുത്ത് ചാടിയതാണോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും തള്ളിയിട്ടതാണോ? അതും കൂടെ ഒന്ന് വ്യക്തമാക്കൂ. ശ്രുതി, ആദ്യം കാണാൻ വന്ന ആൾ തന്നെ കിട്ടി. അതിൽ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. സംഭവം അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അവൻ്റെ കല്യാണം. പഠിച്ച് 1 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ വീട്ടിൽ വേറെ ആരുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ച് കെട്ടിച്ചത്. അപ്പോൾ ഫസ്റ്റ് പെണ്ണ് കാണാൻ പോയപ്പോൾ ഞാൻ അവന് ഉപദേശിച്ചു കൊടുത്തു. ഇവിടെ നേരെ ചൊവ്വയൊക്കെ നോക്കിയോ, കുറച്ച് സംസാരിച്ച് ക്ലാരിറ്റിയൊക്കെ ആയതിനു ശേഷം മാത്രമേ വിവാഹത്തിലോട്ട് കിടക്കാവൂ. എല്ലാം സമ്മതിച്ചുകൊണ്ട് പോയിട്ട് എന്നിട്ട് അപ്പം പിറ്റേന്ന് പിന്നെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ വന്ന് പറയടാ കല്യാണം ഉറപ്പിച്ചു. ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമായോ? ഇവിടെ നിൻ്റെ ലൈഫാണ്. ഫസ്റ്റ് കണ്ട ഒരു ആളെ കല്യാണം കഴിക്കണമെന്നില്ല. ഇല്ലടാ, എനിക്ക് ആ കൊച്ചിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് നോ എന്ന് പറയാൻ തോന്നുന്നില്ല. എനിക്ക് ഫസ്റ്റ് കാണുന്ന പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നീ നന്നായിട്ട് ആലോചിക്ക് എന്നൊക്കെ 1000 പ്രാവശ്യം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ അവൻ പോയി എടുത്തു ചാടി. അവൻ്റെ ലൈഫ് അത്രയ്ക്ക് സ്മൂത്തല്ല എന്ന് പറഞ്ഞാൽ അത് ഒട്ടും സ്മൂത്തല്ല. വീട്ടുകാരെ പേടിച്ച് ഡിവോഴ്സ് ആവാതെ കഴിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് അവൻ അന്ന് പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഫസ്റ്റ് ഞാൻ ആദ്യം കാണുന്ന പെണ്ണിന് തന്നെ കല്യാണം കഴിക്കും, എനിക്ക് വേറെ ഒരാളെ പെണ്ണ് കാണാൻ പോകാൻ വയ്യ, ഇത് നമ്മുടെ ജീവിതമാണ്, നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു കൊടുത്തു. പക്ഷേ അവൻ കേട്ടില്ല. അതിൻ്റെത് പാവം. ഡിവോഴ്സ് മേടിച്ചാൽ നാട് വിടുക, ജില്ലയിൽ ജീവിക്കുന്ന സമ്മതിക്കില്ല ആരും. ഡിവോഴ്സ് മേടിച്ചാൽ നാട് വിടുക. അങ്ങനെയൊക്കെ ഉണ്ടോ? ആൻസി അബീസ് ഹായ്. ശരത് ഹായ്. പിന്നെ സജിത അയക്കുന്നുണ്ട്. അപ്പന് ഭയങ്കര തിരക്കായിരുന്നു, അങ്ങേര് എക്സ് മിലിറ്ററി. അങ്ങേരെന്ത് വല്ല യുദ്ധത്തിന് വല്ലതും പോകുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു വിവാഹം. കാരണം യുദ്ധത്തിന് പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ കണ്ടില്ലെങ്കിലോ എന്ന് വല്ലതും ആലോചിച്ചിട്ടാണോ മോളുടെ കല്യാണം കഴിച്ചിട്ട് യുദ്ധത്തിന് പോകാം എന്നുള്ള വല്ലതും ആയിരുന്നു. അപ്പന് ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ അപ്പന് സമാധാനമായോ? ശരി, ബൈ ബൈ. അടുത്ത ലൈവിൽ അതുവരെ വണക്കം. ഓക്കെ, രശ്മി രാജ് ബൈ. പോയി വരൂ. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ തള്ളിയിട്ടവരുണ്ടോ അല്ലെങ്കിൽ പോയി ചാടിയവരുണ്ടോ? എങ്ങനെയാണ് പറയൂ. ഇപ്പോൾ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് ക്ലൂ കിട്ടിക്കാണും, ഇനി ആ വഴി പോകണ്ട. അതെ, അവൻ എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു, അന്ന് നീ പറഞ്ഞ പോലെ കേട്ടാൽ മതിയായിരുന്നു എന്ന്. നല്ല കുറച്ച് സംസാരിച്ചതിന് ശേഷമൊക്കെ ഉറപ്പിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ വേറെ 1-2 കൂടെ പോയി കണ്ടിട്ട് അത് തീരുമാനിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ അവൻ അന്ന് പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ബ്രോ. ഓക്കെ, ബിജു ഹായ് പറയുന്നുണ്ട്. മനോജ് ഹായ്. ശ്രുതി അല്ല റേഡിയോ. ഓക്കെ അങ്ങോട്ട് പറയുന്നൊന്നും കേൾക്കത്തില്ലല്ലേ? ഓക്കെ ഹായ്. നല്ല കാര്യം, കുറേ പേർക്ക് ജീവിതം കിട്ടും. സുബ ഹായ്. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ലൈഫ് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളാണ് ഇനി എൻ്റെ നോട്ടം. സതീശൻ ഓക്കെ, കിട്ടട്ടെ.
ചിലവർ നമ്മളുടെ അടുത്തൊന്ന് പറയും നല്ലൊരു ഫ്രണ്ടിനെ തരാമോ എന്ന്. ഏമാരുടെ അടുത്തൊക്കെ എന്ത് പറയാനാണ്. ബിൻസി ഹായ് ബിൻസി. സജി കുര്യാക്കോസ് ഹായ് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ നിങ്ങളെ ആരും കുഴിയിൽ കൊണ്ട് ഇട്ടില്ല, പലവരും എടുത്ത് കുഴിയിലേക്ക് ചാടിയതാണ്. രഞ്ജു ഹലോ. അപ്പോൾ ഇതാണ്. പിന്നെ വേറൊരു രസമുള്ള കാര്യം എന്ന് പറയുമ്പോൾ കത്തി വയ്ക്കുന്നത് കുറച്ച് കൂടി പോകുന്നുണ്ടോ? കത്തി മാറ്റി വയ്ക്കണോ? ഓക്കെ. പ്രസന്നകുമാരി ഹായ്. സുഖം ആണോ? അതെ സുഖമാണ്. ഡെന്നീസ് പോൾ ഹായ്. നമ്മുടെ സ്വന്തം ആളാണ് ഡെന്നീസ് പോൾ. ഹായ് ചേച്ചി, സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഹായ് മിഥുൻ. അപ്പോൾ ഈ കല്യാണം നടക്കാൻ വേണ്ടി ബ്രോക്കർമാർ 10,500 കള്ളങ്ങൾ പറയും. എന്നിട്ട് ലാസ്റ്റിൽ അവർ വാങ്ങുന്ന ഒരു തുക ഉണ്ട്. അത് കാണുമ്പോഴാണ് കണ്ണുതള്ളി പോകുന്നത്. അത് കാണുമ്പോഴല്ല, പിന്നീട് നമ്മുടെ ജീവിതമെല്ലാം പൊളിഞ്ഞ് പാളീഷായിട്ട് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ഡാഷ് ഇത്രയും പൈസ വാങ്ങിയാണ് എന്നെ ചതിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഉള്ളൊരു ഗിൽറ്റ് ഗിൽറ്റല്ല, എന്താ പറയുന്നത്, ഒരു അപഹർഷത. എന്താ അതിൻ്റെ നമ്മളെ ഒരാൾ ഇത്രയും പൈസ വാങ്ങി പറ്റിച്ചു എന്ന് അറിയുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ, അത് വല്ലാത്തൊരിതാണ്. ഈ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചത്? നിങ്ങളെയൊക്കെ കാണാമല്ലോ. ഞാൻ അതൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനിയും വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയുന്നത് ശരിയല്ല. വിനോദ് ഹായ്. ശ്യാമ ഹായ്. അപ്പോൾ നിങ്ങൾ തന്നെ പുതുതായിട്ട് ലൈവിൽ വന്നവർ ഒന്ന് പറഞ്ഞേ, നിങ്ങൾ എന്താണ്, നിങ്ങൾ അറേഞ്ച് മാരേജ് ആയിരുന്നോ അല്ലെങ്കിൽ പ്രണയ വിവാഹം ആയിരുന്നോ? പക്ഷെ ഇപ്പോൾ കുറേ പേര് ലിവിങ് ടുഗദർ റിലേഷൻ പ്രിഫർ ചെയ്യുന്ന ഒരുപാട് പേര് ഉണ്ട് കേട്ടോ. ശ്രുതി ബ്രോക്കറെ കണ്ടാൽ തല്ലിക്കൊന്നിട്ട് വെടിവെച്ചു കൊല്ലും. അയ്യോ, ഈ മാട്രിമോണിയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? മാട്രിമോണി കത്തിക്കോ? കത്തിയടി തുടങ്ങിയോ? അതെ, കത്തി അടിച്ചില്ല, കത്തി വെച്ചു തുടങ്ങി. കത്തി അടിക്കണോ? കത്തിയുണ്ട്. മുൻപിൽ ലൈവിൽ വരെ മുതലാളിക്ക് വലിയ പറഞ്ഞു, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലൈവിലായോ? എനിവേ സന്തോഷം. അതെ. കൊച്ചിൻ ലൈവ് ഹായ്. പാർവതി വൈഗ. അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ. ഇനി നിങ്ങളെ തന്നെ പറയാം, നിങ്ങളോട് ഈ അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഈ ബ്രോക്കർ ലവ് മാരേജ് ആയിരുന്നു. റമീഷ ഓക്കെ. എത്ര കാലത്തെ പ്രണയമായിരുന്നു പറയൂ. ഈ ബ്രോക്കർമാർ നിങ്ങളോട് പറഞ്ഞ ഏറ്റവും വലിയ കള്ളം എന്തായിരുന്നു? അത് നിങ്ങളെ ലൈഫിൽ വന്നപ്പോൾ നേരെ ഉൾട്ടയടിച്ച് എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു കള്ളം ഉണ്ടായി പറഞ്ഞേ. ഉഷാകുമാരി, അതായത് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോയപ്പോൾ അപ്പോൾ നിങ്ങളുടെ വിവാഹം കഴിക്കാൻ പോയപ്പോൾ സംഭവം നിങ്ങളുടെ പാർട്ട്ണറില്ല, നിങ്ങളുടെ ബ്രോക്കർ പറഞ്ഞ ഒരു കള്ളം. ഐ എം ഫ്രം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയക്കാരൻ. ഓക്കെ. അപ്പോൾ കള്ളം എന്തായിരുന്നു? അത് നിങ്ങൾ ലൈഫിൽ വന്നപ്പോൾ നേരെ ഉൾട്ടയായി. ഒരു ബന്ധമില്ലാത്ത കള്ളമാണല്ലോ അങ്ങനെ പറഞ്ഞത് എന്ന് ചിലവരൊക്കെ പറയും. ഡെയിലി ജോലിക്ക് പോവേ, ജോലി വീട്. കല്യാണം കഴിക്കുമ്പോഴായിരിക്കും അറിയണം അവൻ ജോലിക്ക് പോകാറില്ല, കൂലിക്കും പോകാറില്ല. അവൻ പലവരും വെള്ളോടി കാര്യങ്ങളായിരിക്കും. അവൻ ജോലിയേ പോകാറില്ല. പിന്നെ ആകെ കല്യാണം കഴിച്ചത് തന്നെ ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ കെട്ടിയ പെണ്ണിൻ്റെ താലി വിറ്റ് വെള്ളമടിക്കുക എന്നുള്ള ഒരു മാനസിക ആ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും. അങ്ങനെയുള്ളവർ ഒരുപാട് കാണുമല്ലോ. അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടോ? രാധിക ഹായ്. 4 വർഷത്തെ പ്രണയമായിരുന്നു. വെരി ഗുഡ്, നൈസ്. 4 വർഷം പ്രണയിച്ചിട്ടും ഈ പ്രണയവും ആഫ്റ്റർ മാരേജും തമ്മിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് സംഭവം.
പ്രണയിക്കുമ്പോൾ നമ്മൾ ഒരു പങ്കാളിയുടെ ഒരു നല്ല വശങ്ങൾ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. പക്ഷേ ലൈഫിലേക്ക് വരുമ്പോഴാണ് നമ്മൾ, അല്ലെങ്കിൽ ചീത്ത വശങ്ങൾ കണ്ടാൽ നമ്മളത് മറക്കും. ചെറുക്കൻ വായിൽ ഒഴിച്ചു കൊടുത്താൽ പോലും കുടിക്കില്ല. എന്നിട്ട് രജനി പറയൂ, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് പിന്നെ കണ്ടത്? സെന്തിൽ കുമാർ, ഉഷ, ഹായ്, ഐ ആം ഇൻ അബുദാബി. ഹായ്, അബുദാബിയിൽ നമുക്കൊരു ഹാവ് പരിപാടി വയ്ക്കണ്ടേ? ദിലീഷ് ദിൽ, ഹായ്. അപ്പോൾ പ്രണയവിവാഹവും പ്രണയിക്കുമ്പോൾ മിക്കവരല്ല എല്ലാവരും 99% പേരും പ്രണയിക്കുന്ന ആളുടെ പോസിറ്റീവ് വശം മാത്രമേ കാണത്തുള്ളൂ. നെഗറ്റീവ് അവർ കണ്ടാൽ പോലും അത് കാണാൻ ശ്രമിക്കത്തില്ല. പക്ഷേ ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുമ്പോൾ നേരെ ഉൾട്ടയടിക്കും. നെഗറ്റീവായിരിക്കും കൂടുതൽ കാണുന്നത്. അപ്പോഴും നമുക്ക് കൂടുതൽ ദേഷ്യം വരും. ഞാൻ വിചാരിച്ച ആളിങ്ങനെ അല്ലല്ലോ, ഞാൻ ഉദ്ദേശിച്ചതല്ല, അതല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തത് ഇതല്ല എന്നുള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെ വരും. അപ്പോഴാണ് പിന്നെ പ്രശ്നങ്ങൾ. എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് സ്റ്റാർട്ടാവും. അറേഞ്ച് മാരേജ് ആയിരുന്നു, പുള്ളി മരിച്ചു 2 ഇയറായി. ഈ ടൈം ലൈവിൽ നിന്ന് ഓഫ് ക്ലോസിങ് ടൈമാണ്, അറ്റൻഡ് ചെയ്യാൻ പറ്റാതാവും. ഓഹോ, സന്ധ്യക്ക് വയ്യാതെ കിടന്നതല്ലേ, വീട്ടിൽ വെറുതെ കിടക്കുന്നതല്ലേ? നിനക്ക് ഏത് ഹോസ്പിറ്റൽ കേസ്? നമ്മുടെ സന്ധ്യ ഹാവൂലൊക്കെ വന്ന കുട്ടിയാണ്. അതുകൊണ്ട് ജോയ്സി ജോൺ, എക്സാക്ട്ലി. മേഘ ദീപി, ഹായ്. പുഷ്പ, ഹലോ പുഷ്പ. ഓക്കെ, പത്ത് വർഷം ആത്മാർത്ഥ പ്രണയം ഉണ്ടായിട്ട് വെറും 2 ആഴ്ച മാത്രം ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയ ഹതഭാഗ്യൻ വേറെ ഇവിടെ ഉണ്ടോ? ഞങ്ങളുടെ കലഹത്തിന് ഒരേ ഒരാളെ ആൾക്ക് ഇതിന് ഉത്തരം പറയാ. അതാരാണ്? ബിബിൻ. ആ കഥ ഒന്ന് ചുരുക്കി പറയൂ, ഞാൻ വായിക്കാം. വ്യക്തമായി പറയൂ, വ്യക്തമായി. ഇന്നത്തെ കാര്യമല്ല പറഞ്ഞത്, നമ്മളിപ്പം ഇന്നത്തെ കാര്യം അല്ലേ ചർച്ച ചെയ്യുന്നത്. സന്ധ്യക്ക് എങ്ങനെയുണ്ട്? അസുഖങ്ങളൊക്കെ മാറിയോ? എന്തൊക്കെയുണ്ട് വിശേഷം? ശൈല ബിബി, ഹായ്. അരുൺ, ഹായ് ബോസ്. അറേഞ്ച്ഡ്, വാശി പിടിച്ച് കിട്ടിയതാണോ? പക്ഷേ സതീശൻ ആണ് പറഞ്ഞത്, എനിക്ക് പറ്റിയ ഒരു തെറ്റ്, എൻ്റെ തെറ്റ് തികച്ചും അർഹിക്കുന്ന ശിക്ഷ തുറന്നു പറയാൻ മടിയില്ല. ഓക്കെ. ഗീത, ഹായ്. എൻ്റെ നിശ്ചയം കഴിഞ്ഞിട്ട് കല്യാണം നടന്നില്ല, പിന്നെ പലതും നോക്കി, ഒന്നും നടക്കുന്നില്ല. ഓക്കെ. സുലോചന, ഹായ്. രാജി ഫ്രം തൃശ്ശൂർ, ലവ് മാരേജ് ആയിരുന്നു, ആള് മറ്റോ. ഓക്കെ. ആള് എങ്ങനെയുണ്ടായിരുന്നു? ലവബിൾ ആണോ? ജയന്തി, ഹായ് പറയുന്നുണ്ട്. ലത കെ, ഹായ്. അപ്പം രാജി പറയൂ പുള്ളിക്കാരനെ കുറിച്ച്. ഈ നേരത്തെ മരണപ്പെട്ടു വിഡോ ആയവർക്ക് എല്ലാവർക്കും പങ്കാളിയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാൻ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. വളരെ ചുരുക്കം പേരാണ് അയാളുടെ കയ്യിരിപ്പ് കൊണ്ടാണ് മരണപ്പെട്ടു പോയതെന്നൊക്കെ പറയുന്നത് കേട്ടോ. അത് ഈ സ്നേഹിക്കുന്നവരെ ദൈവത്തിന് അത്രയ്ക്ക് ഇഷ്ടമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മൺഡേ മുതൽ ഓഫീസിൽ പോകും, കുഴപ്പമില്ല, സ്റ്റിച്ച് എടുത്തു. ഓക്കെ, നൈസ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് പേഴ്സണലി ഇഷ്യൂ ഉണ്ടാവും, ബട്ട് തേർഡ് പാർട്ടി ഇടപെടുമ്പോൾ ആയിരിക്കും അത് വലിയ കുഴപ്പം ആവുക. അതെ, മൂന്നാമത് ഒരാളെ ഇടപെടിപ്പിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുന്നത്. പലയിടത്തും വരുന്നുണ്ട്. മേഘാദീപി, ഓക്കെ. സിംഗിൾ പേരൻ്റാണ്, ഹായ്. സംഗീത, ദൈവമാണ് ചതിച്ചത് വിടോ. ഓക്കെ. ദൈവത്തിന് ഇങ്ങനെ ഒരു ക്രൂരമുഖം കൂടിയുണ്ട്. കാരണം നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവരെ, ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നവരെ അവരെ അടുപ്പിക്കത്തുമില്ല. പിന്നെ വിവാഹം കഴിഞ്ഞ് നന്നായിട്ട് സന്തോഷിച്ച് ജീവിക്കുമ്പോൾ ദൈവം, നിങ്ങൾ അങ്ങനെ സന്തോഷിക്കണ്ട, ഒന്നാമത് ഇത് കലികാലമാണ്, നിങ്ങൾ അങ്ങനെ അങ്ങ് സന്തോഷിക്കണ്ട, എന്നാൽ ഒരുത്ത ഇഞ്ഞ് വരട്ടെ എന്ന് കരുതി
ഇങ്ങ് വിളിക്കുകയും ചെയ്യും. അത് ദൈവത്തിൻ്റെ ഒരു വല്ലാത്തൊരു ഹോബിയാണ്. എന്നാ മരങ്ങാടനെ പ്രണയിക്കാൻ പറ്റിയില്ല, ഇനി വേണം നല്ലൊരാളെ ഒന്ന് പ്രണയിക്കാൻ. ലിജ, ഓഹോ അടിപൊളി ലിജ, ഒരു നല്ലൊരു മരങ്ങോടനെ തന്നെ കിട്ടട്ടെ. രജിത് ഹായ്, ഹരിശ്രീ ഹായ്, അംബിക ഹായ്. പിന്നെ പ്രണയിക്കുന്നതും ഒക്കെ എല്ലാം കണ്ടും അറിഞ്ഞും സൂക്ഷിച്ചൊക്കെ വേണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പറയരുതേ എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. താല്പര്യമുണ്ടെന്ന്, എൻ്റേതും ലവ് മാരേജാണ്. അതുപോലെ ഒരു മനുഷ്യൻ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. ക്യാൻസർ, അതെ, മരണപ്പെട്ടവരെ കുറിച്ച് മിക്കവരും പറയുന്നത് നല്ല കാര്യം കേട്ടോ. ഇതേപോലെ എൻ്റെ ഭാഗ്യമാണ്, മീൻസ് ഇത്രയും നല്ലൊരാളെ. ചിലപ്പം മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ മറക്കുന്നത് കൊണ്ടും കൂടെ ആവാം. ജീവിത പങ്കാളി ഇല്ല, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഹരി, ബോസ് മാരീഡ് ആണോ? ഈ ഗ്രൂപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യത എന്താണ്? ഈ ഗ്രൂപ്പിൽ ഞാൻ ആക്റ്റീവ് ആയിട്ടില്ല. നെക്സ്റ്റ് ടൈമിൽ നിങ്ങളുടെ ഡയറക്ടർ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ. ഡയറക്ടർ മീറ്റിംഗ് അതെന്താണ് സംഭവം? ഒരുപാട് പേര് കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിനു ഹായ് ബ്രോ പറയുന്നുണ്ട്. ഷാമിൻ ബഷീർ ഹായ്. എനിക്ക് 4 വയസ്സും 6 വയസ്സുമുള്ള മകനുണ്ട്. ഞങ്ങളെ ഉപേക്ഷിച്ചു അവൾ പോയി. അവൾക്ക് ഫ്രീഡം വേണം പോലും. അത് കുറേയിടത്ത് കേട്ടിട്ടുണ്ട്, കുറേയിടത്ത്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്നാണ് ഈ ഫ്രീഡം ഇങ്ങനെയൊക്കെയുള്ള ഇത് കേൾക്കുന്നത്. മറ്റ് പുരുഷന്മാർ പറയാതെ പോവുകയാണ് പതിവ്. ഹായ്, എന്നെ കൂടെ കൂട്ടുമോ ഈ ഗ്രൂപ്പിൽ? ഓക്കെ. കണ്ണൻ, റജുല ഹായ് പറയുന്നുണ്ട്. ഹായ് റജുല, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എങ്ങനെയാണ്? എടുത്തു ചാടിയതാണോ? പ്രണയിച്ച് വിവാഹം കഴിച്ചതാണോ? അല്ല ആരെങ്കിലും കൊണ്ടുപോയി കുഴി തള്ളിയിട്ടതാണോ? ഹായ് മാഷേ. ജുവൽ ഹായ്. ജുവൽ പറയൂ. റീന പറയൂ, നിങ്ങളെ എങ്ങനെയായിരുന്നു വിവാഹം? അതായത് ആരെങ്കിലും കൊണ്ട് തള്ളിയിട്ടതാണോ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം എടുത്തു ചാടിയ ഒരു സംഭവമായിരുന്നു? സുബീഷ് ഹായ്. സുബീഷ്. ശശിധരൻ നായർ ഹലോ. അപ്പോൾ ഇതിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുന്നത് ഈ കുട്ടികൾ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടല്ലോ, അതിലാണ് ഏറ്റവും കൂടുതൽ വിഷയമുണ്ടാകുന്നത്. അവരാണ് ഏറ്റവും വലിയ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു അനുഭവിക്കുന്ന ഒരു ആൾക്കാരെന്ന് പറയുമ്പോൾ. കാരണം പിന്നെ കുട്ടികൾക്ക് വേണ്ടി സഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് നമ്മൾ പറയുന്നത്, നിങ്ങളിങ്ങനെ സഹിച്ച് ഒരുമിച്ച് ജീവിക്കുന്നത് കാണുന്നതാണോ, അത് അല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് സന്തോഷമായിട്ട് ജീവിക്കുന്നതാണോ, നിങ്ങളുടെ ഏത് കാണണമെന്നാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഹിബ, പ്ലേസ് എവിടെയാ? യുവർ നെയിം? ഹായ് ഹിബ, എൻ്റെ പേര് മിഥുൻ എന്നാണ്. അറേഞ്ച് മാരേജ്. ഓക്കെ, അറേഞ്ച് മാരേജ് ആയിരുന്നു. ബ്രോക്കറാണോ? എന്തായിരുന്നു ബ്രോക്കർ നിങ്ങളോട് നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞ ഗുണവിവരങ്ങൾ അതും കൂടെ ഒന്ന് പറയൂ. ഇപ്പം കുറേ പേര് അവരുടെ ബ്രോക്കർമാർ പറഞ്ഞത് കുറേ പേര് ഇട്ടിട്ടുണ്ടായിരുന്നു, വെള്ളം പോലും ചവച്ചേ അരച്ചേ കുടിക്കൂ എന്നുള്ളത്. ഹിബ മോൾ ഹായ്. സമിത ഹലോ. പ്ലേസ് ട്രിവാൻഡ്രം. ഡിവോഴ്സ് ആയവർക്ക് അത്ര പെയിൻഫുൾ ആവില്ല സെപ്പറേഷൻ, ബിക്കോസ് അവർ എവിടെയെങ്കിലുമൊക്കെ ജീവനോടെ ഉണ്ടാവുമല്ലോ. ബട്ട് വിഡോ ആയാൽ അത് സംതിങ് ടോട്ടലി. അതെ. അയ്യോ, മറ്റത് ടൈം എടുത്ത് നമ്മൾ മനസ്സിനെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിപ്പിച്ച് ചെയ്യുന്ന കാര്യമല്ലേ ഡിവോഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ വിഡോ എന്ന് പറയുന്നത് അത് നമുക്ക് വാക്കുകളാൽ വിവരിക്കാൻ ഒരിക്കലും പറ്റുന്ന കാര്യമല്ലല്ലോ. നമ്മൾ ഡിവോഴ്സ് ആയവർ ആത്മഹത്യ ചെയ്യത്തില്ലല്ലോ, പക്ഷേ വിഡോ ആയവർ പലവരും ആത്മഹത്യ, എനിക്കിനി ആരുമില്ല, ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് കേസുകൾ നമുക്ക് തന്നെ കാണാമല്ലോ ചുറ്റിനും. വിഡോ ആയവരൊക്കെ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യാറുണ്ട്. സംഗീത ഹായ്. തൻവീർ എറണാകുളം.
സംശയരോഗമാ? ആഹാ, സംശയരോഗം. എന്ത് സംശയരോഗമാ? എന്താണ്, ആരാണത് പറഞ്ഞത്? ഓക്കെ, ആരായാലും ഹിബയാണോ? അപ്പം പുള്ളിക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. ഈ ഗ്രൂപ്പിൽ നിന്നും കല്യാണമൊന്നും ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നല്ല സൗഹൃദങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏത് പാതിരാത്രി ഒരു സംഘം വിളിക്കാൻ പറ്റുന്ന നല്ല സൗഹൃദങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഞാൻ പുതിയൊരു നേരത്തെ ഒരു വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെങ്കിൽ മനസ്സിലാക്കുക. ഹാപ്പി ലൈഫ് ഹിബ. ശൈലേഷ് ഹായ് പറയുന്നുണ്ട്. ഹായ് ശൈലേഷ്. റീനയ്ക്കായിരുന്നു സംശയം, അല്ല, റീനയുടെ ഹസ്ബൻഡിനായിരുന്നു സംശയരോഗം. ഓക്കെ. ദേവ് ഹായ്. അപ്പോൾ എല്ലാവരുടെയും ഏറെക്കുറെ പറയാൻ ആഗ്രഹിച്ചവരുടെ എല്ലാവരുടെയും ലൈഫ്, അതായത് എങ്ങനെയായിരുന്നു അവരുടെ മാരേജ്, അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആയിരുന്നു, അല്ലെങ്കിൽ പ്രണയവിവാഹമായിരുന്നു. പ്രണയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമൊന്നും കല്യാണത്തിന് കിട്ടണമെന്ന് ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്ന് തോന്നുന്നു. ലൈഫ് ആവുമ്പോൾ GST ചെയ്യാൻ പഠിക്കണം. GST. ഓക്കെ. ബിജു ഹായ്. ജോഫി ഹായ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ തൊണ്ടയും ഏകദേശം പരുവായി എന്ന് ഞാൻ കരുതുന്നു. സംഭവം ജസ്റ്റൊരു കത്തി വയ്ക്കാൻ വേണ്ടി വന്നതാണ്. കത്തി വച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ പേരുടെ സമയം കളഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോ ജില്ലയ്ക്കും ഓരോ ഗ്രൂപ്പ്. വിനിത നമുക്ക് ഗ്രൂപ്പൊക്കെ തുടങ്ങണം, മീൻസ് അങ്ങനെ ഒരു ഇതിലൊക്കെ വരുമ്പോഴേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾ നമ്മുടെ ഹാവ് പരിപാടിയിൽ ആരെങ്കിലുമൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആരും ഓരോ ജില്ലയ്ക്കോ ഒരു ഗ്രൂപ്പ് തുടങ്ങണമെന്നോ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങണമെന്നോ അവരാരും പറയത്തില്ല. നിങ്ങൾ സ്ത്രീകളോട് ചോദിച്ചു നോക്കുക. അതിലൊരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. നമുക്കത് വയ്ക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയാൽ ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. നമുക്കത് ചെയ്യാൻ, കാരണം നമുക്ക് ആരെ അറിയത്തില്ല. കാരണം ഇവരെല്ലാം പരാതി പറയുന്നത് നമ്മളടുത്താണ്. എൻ്റേത് വലിയ മക്കളാ, അവർക്ക് ദോഷമുണ്ടാകുന്ന സൗഹൃദങ്ങളല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരാളെ കിട്ടട്ടെ, ഒന്നല്ല, ഒരു 10-15 പേരെ കിട്ടട്ടെ. ഹായ്. മെസ്സഞ്ചർ നോക്കുമോ? ബ്രോ മേരീഡ് ആയോണ്ടല്ലേ നമുക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. പെട്ടെന്ന് കത്തി വയ്ക്കണോ? ഓക്കെ. ഞാൻ എറണാകുളം ആണ്. കത്തി വയ്ക്കാനും അറിയാം, കത്തി അടിക്കാനും അറിയാം, കത്തി വീശാനും അറിയാം. ഓക്കെ. എല്ലാ പേരെയും പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചുകൂടെ? വിനിത, എല്ലാ പേരെയും എന്നുദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഈ ഹാവ് പരിപാടിയിൽ നമ്മൾ ഈ ഗ്രൂപ്പ് തന്നെ എന്താണ്? ഡിവോഴ്സ്ഡ് പീപ്പിൾസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ വിഡോ, ഇവർ രണ്ടുപേർക്കുമാണ് നമ്മൾ പരിഗണന നൽകുന്നത്. സെപ്പറേറ്റ് ആയവർക്കും നമ്മൾ പരിഗണന നൽകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ അവരെ ഇതിലോട്ട് വലിച്ച് ഇഴപ്പിക്കുന്നില്ല. കാരണം അവർ എന്നാലും എന്തെങ്കിലും ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിലൊക്കെ ആയിരിക്കും മിക്കൊരു സെപ്പറേറ്റഡ് ആയി കഴിയുന്നത്. അവർ ഒരുമിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഗ്രൂപ്പ് കാരണം ഒരിക്കലും അവരുടെ സെപ്പറേഷൻ അത് ഡിവോഴ്സിലേക്ക് ആകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഒരിക്കലും ഇത് ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യണ ഒരു പേജല്ല. ഇത് ഡിവോഴ്സ് ആയവർക്ക് വേണ്ടിയുള്ള ഒരു പേജാണ്. അവർക്ക് എൻ്റർടൈൻമെൻറ്റ്, കുറേ ഫ്രണ്ട്സ്, കാര്യങ്ങൾ, ചില്ലൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉള്ളൊരു ഇതാണ്. ഇതിന് പ്രത്യേകിച്ച് തെറ്റായ ഒരു സംഭവവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മീൻസ് സെപ്പറേറ്റ് ആയവർ എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ തെറ്റിദ്ധാരണകളെ മാറ്റി അല്ലെങ്കിൽ ലീഗലായിട്ട് ഡിവോഴ്സ് ആയിട്ട് വരിക. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു കാര്യങ്ങളും. അപ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോസ്റ്റ് ഇടുമ്പോൾ
നമ്മളിപ്പോൾ ഈ ഹാവ് പരിപാടി തന്നെ നമുക്കൊരു ഹാളിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ആൾക്കാരുടെ എണ്ണം ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ പേജിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് പോസ്റ്റെല്ലാം നോക്കുന്നവർക്ക് മാത്രമേ അതിൽ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ, രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? അത് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യമായിരിക്കാം, നിർഭാഗ്യമായിരിക്കാം. നിങ്ങൾ കാണാതിരിക്കും. അതൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പേജ് ഫോളോ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റും. വിനിത, എനിക്കും പങ്കെടുക്കാൻ പക്ഷേ നമ്മൾ പക്കയായിട്ട് എല്ലാവരെയും ഉറപ്പിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഡിവോഴ്സ് പേപ്പർ അല്ലെങ്കിൽ വിഡോ പേപ്പർ വാങ്ങിച്ചിട്ട് മാത്രമേ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളൂ. എല്ലാവരുടെയും, നിങ്ങൾ വന്ന എല്ലാവരുടെയും 100ഓളം പേര് പങ്കെടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ പേര് അതിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേർക്ക് വരാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഒരുപാട് പേരെ എല്ലാവരെയും നിന്നും നമ്മൾ ഡിവോഴ്സ് പേപ്പർ അല്ലെങ്കിൽ വിഡോ പേപ്പറൊക്കെ വാങ്ങിയാണ് നമ്മൾ ഈ പറയും പോലെ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. ഈ ഗ്രൂപ്പിൽ പങ്കുചേരാൻ ആഗ്രഹമുണ്ട്. UAE-യിലാണ്, വാട്സാപ്പ് നമ്പർ നാട്ടിലാണ്. എന്ത് ചെയ്യണം? ചേരാൻ പറ്റുമോ? നമ്മളിപ്പം രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കുണ്ട് ഓൾറെഡി. രജിസ്റ്റർ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ, നമ്മളെ ഗ്രൂപ്പിൽ അംഗങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ ഇനി അടുത്ത പരിപാടി വരുമ്പോൾ അടുത്ത പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് കൂടെ ആഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ അവർ നമ്മളെ പെർമനൻറ്റ് മെമ്പറാവും. മെമ്പർ മീൻസ് അവർ പുതിയൊരു വിവാഹം കഴിക്കുന്നത് വരെ നമ്മുടെ ഗ്രൂപ്പിലെ ഒരു മെമ്പറായിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ച് പ്രയോറിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാതെയൊക്കെ പോകുമ്പോൾ അടുത്ത പരിപാടിയിൽ അവരെ പങ്കെടുപ്പിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ട്. അപ്പം നമ്മൾ പുതിയ ആൾക്കാരെ എടുക്കാൻ കാട്ടി അവർക്ക് കുറച്ചും കൂടെ പ്രയോറിറ്റി, അങ്ങനെയുള്ള പ്രയോറിറ്റികളേ ഉള്ളൂ. നിങ്ങളിപ്പം മെമ്പർ ആയാലും ഇല്ലെങ്കിലും ഏകദേശം ഒരേ പ്രയോറിറ്റി തന്നെ ആയിരിക്കും. പിന്നെ കുറേ കൂട്ടുകാരെ കിട്ടും. പിന്നെ നമ്മുടേതായ ഒരു രജിസ്റ്റർ നമ്പർ. അപ്പം നമുക്ക് നിങ്ങളെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും കാര്യങ്ങളൊക്കെ എല്ലാം പറ്റും. അങ്ങനെ എല്ലാവർക്കും രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത ഒരു 100-200 അധികം ആൾക്കാർ ഇപ്പം തന്നെ നമ്മൾ ഇതിലുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി വരുമ്പോഴായിരിക്കും അടുത്ത രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പേജിലുണ്ടാവുക. അപ്പോൾ അതിൻ്റെ കുറച്ച് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ, ബെനിഫിറ്റ് എന്ന് പറയുന്നില്ല, നമ്മൾ പേജിൽ നമുക്കറിയാൻ പറ്റും നമ്മൾ ഒരാളെ കുറിച്ച്. ഇപ്പം നിങ്ങൾ എല്ലാവർക്കും അതൊരു നല്ലൊരു കാര്യമാണ്. നിങ്ങൾ ID-യും പിന്നെ ഡിവോഴ്സ് പേപ്പറും നിങ്ങളുടെ സ്ഥലവും പിന്നെ ഫോൺ നമ്പരും എല്ലാം വാങ്ങിയിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാം ഉള്ളവരെ മാത്രമേ നമ്മൾ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞു. അടുത്ത പരിപാടിയിൽ ഇപ്പോൾ താല്പര്യമുള്ളവരെ, അടുത്ത പരിപാടിയിൽ ഇതേ സംഭവം താല്പര്യമില്ല ഇവിടെ മെയിനായിട്ടുള്ള പ്രശ്നം. നമ്മൾ പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് താല്പര്യമുണ്ട് നമ്മളെ ഡോക്യുമെൻ്റ് എല്ലാം തരുന്ന ആദ്യത്തെ ആൾക്കാരെയാണ് നമ്മൾ പരിഗണിക്കുക. ആദ്യത്തെ ഇപ്പം നമുക്കൊരു ഇത് കാണുമല്ലോ. ഇപ്പം നമ്മളൊരു ഹാളെടുത്താൽ തന്നെ ഒരു 500 പേർക്ക് അല്ലെങ്കിൽ 200 പേർക്ക് ഇരിക്കാനുള്ള ഹാളായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും പൂർത്തിയാകുക, അത് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് രജിസ്ട്രേഷൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു പ്രോസസ്സ് പോകുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം കാണും, പക്ഷേ നിങ്ങൾ പിന്നീടായിരിക്കും നമ്മളുടെ അടുത്ത് രജിസ്ട്രേഷൻ ചോദിക്കും. പക്ഷേ നമുക്ക് അവിടെ ഇരുത്താൻ സ്ഥലമില്ലെങ്കിൽ നിങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് കേസ്. എല്ലാ പരിപാടികളിലും എല്ലാവരും ചെയ്യുന്ന ടെക്നിക്ക് തന്നെയാണ് നമ്മളും അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. ആദ്യം ആര് രജിസ്റ്റർ ചെയ്യുക, ആ പോസ്റ്റ് നമ്മൾ ഇപ്പോൾ അടുത്ത നെക്സ്റ്റ് ഹൗവിൻ്റെ പരിപാടിയുടെ പോസ്റ്റ് നമ്മൾ ഇടുമ്പോൾ ആദ്യം ആരെല്ലാം കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് അതിന് ചെറിയ എന്തെങ്കിലും ഫീസോ കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ എല്ലാം ക്ലിയറാക്കി ആദ്യം ആരൊക്കെ ചെയ്യുന്നു അവരെല്ലാം ഉൾപ്പെടുത്തും. അത്ര തന്നെ. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ചെയ്തോ അതേ എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യത്തിലായിരിക്കും, ആ ഒരു ഇതിലായിരിക്കും രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം പോകുന്നത്. അപ്പോൾ അടുത്ത ഇതൊക്കെ അറിയുമ്പോൾ നിങ്ങൾ വരിക. ഇത് നിങ്ങൾ വേറെ ഒന്നും, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. സംഭവം നമ്മുടെ ഹാവ് പരിപാടിയെ കുറിച്ച് തന്നെ നിങ്ങൾ കുറേ പേർക്കെങ്കിലും തെറ്റിദ്ധാരണയാണ്. കാരണം അതായത്
നമ്മൾ അവിടെ നടത്തുന്നത് ഒരു മാട്രിമോണിയൽ കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഈ എന്താണ് കല്യാണം കഴിപ്പിക്കാനുള്ള ഒരു സെറ്റപ്പാണെന്ന് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ ഒരു സെറ്റപ്പേ അല്ല. നമ്മൾ അങ്ങനെ ഒരു പരിപാടിയല്ല അവിടെ നടത്തുന്നത്. അതായത് വിവാഹം കഴിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമേ അവിടെ ഉള്ള പരിപാടിക്കില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പരസ്പരം അവിടെ വെച്ച് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിവാഹം കഴിക്കാം, ഒരാൾക്ക് ഡിസ്റ്റർബൻസ് ആവാത്ത രീതിയിൽ അവിടെ വെച്ചല്ല, വേറെ എപ്പോഴെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ നിങ്ങൾ അവിടെ വരുന്നത് നിങ്ങളെ ആരെയും വിവാഹം കഴിപ്പിക്കാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിഞ്ഞിട്ട് എല്ലായിടത്തും കൂടെ പറയുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് വെച്ച് നിങ്ങൾ വേറെ പല ഉദ്ദേശത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും, നമുക്കും ബുദ്ധിമുട്ടാവും. അതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള ഒരു കാര്യം. കാരണം പലവരും പല ഉദ്ദേശത്തോടെയാണ് വരുന്നത്. ഇങ്ങനെ ഒരു ഉദ്ദേശമേ നമ്മുടെ പേജിനില്ല. കാരണം നിങ്ങളെല്ലാം കെട്ടിച്ചു വിടുക എന്നുള്ളൊരു ഉദ്ദേശമില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അത് നിങ്ങളെ മാത്രം ഉത്തരവാദിത്വം, നമുക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നമ്മൾ തടയാനും വരത്തില്ല. അതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. അല്ലാതെ അവിടെ വന്നിട്ട് മറ്റേ ഒരു 10 പെൺകുട്ടികളെ പിടിച്ചെടുത്തിട്ട് ഇപ്പുറത്ത് ഒരു 10 ആൺകുട്ടികളെ പിടിച്ചിട്ട് നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ പോയി വർണ്ണമാല്യം ചാർത്താം എന്നൊക്കെ, അങ്ങനെയൊക്കെ ഉദ്ദേശത്തോടെയൊക്കെ ഇരിക്കുന്നവരടുത്ത് എനിക്കൊന്നും പറയാനില്ല. അങ്ങനെയുള്ളൊരു പരിപാടിയല്ല നമ്മൾ ഹാവു എന്ന് പറയുന്ന പരിപാടി സംഘടിപ്പിച്ചത് ഈ കഴിഞ്ഞത്. അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ ദയവ് ചെയ്ത് ആരും വരരുത് എന്ന് അഭ്യർത്ഥനയാണ്. അടുത്ത ഇപ്പോൾ ഇനി ഹാവുവിൻ്റെ പരിപാടി ഉണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി വരരുത്. ഡിവോഴ്സ് പെൻഷൻ കട്ടാക്കി, മനസ്സിലായി? ഡിവോഴ്സ് പെൻഷനാണ്. അതിനെന്താ ചെയ്യാൻ പറ്റുക? വിധവാ പെൻഷനാണോ? ഓക്കെ, വിധവാ പെൻഷൻ. അപ്പം നമുക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട്, എന്താണ് കാര്യം എന്നൊക്കെ നോക്കിയിട്ട് പറഞ്ഞുതരാം. വിധവാ പെൻഷൻ അല്ലല്ലോ, വിധവാ പെൻഷൻ. ഡിവോഴ്സ് പെൻഷൻ ഉണ്ടോ? എനിക്ക് അറിഞ്ഞില്ല. വിധവാ പെൻഷനാണെങ്കിൽ ഉണ്ട്. ഓക്കെ, എന്തായാലും ഒന്ന് മെസ്സേജ് അയച്ചാൽ നോക്കിയിട്ട് പറയാം. സരിത, ഓക്കെ. അപ്പോൾ അതാണ് കാര്യം. ബഷീർ ഹായ് പറയുന്നുണ്ട്. അപ്പം ഹാവുവിനെ കുറിച്ചും കുറച്ചും കൂടെ ക്ലിയറായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ കത്തിയടി ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കത്തി വയ്ക്കൽ ഞാൻ നിർത്താൻ പോവുകയാണ്. അപ്പോൾ ഇനി കത്തിയെടുക്കാമല്ലോ അല്ലേ? എല്ലാവർക്കും എല്ലാം ക്ലിയറായി എന്ന് കരുതുന്നു. അപ്പം നമ്മുടെ ലൈവിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ശ്യാമ, നസീമ, റഷി ഒക്കെ എന്തുകൊണ്ട് നസീം റഷി അലക്സ് ഹായ്, സുഖമല്ലേ? ഓക്കെ, സുഖമാണ്, അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാവുവിനെ കുറിച്ചോ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഞാൻ ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് അതിനുള്ളിൽ എന്തായാലും നിർത്തും. ജോഫി, ആ കത്തിയാണ് പേടി. കുറച്ച് കത്തി അടിക്കാൻ വേണ്ടി വന്നതാണ്. മാരകായുധം വേണ്ട. ഹായ്, എനിക്ക് കിട്ടിയായിരുന്നു ഡിവോഴ്സ് പെൻഷൻ 1 ഇയർ കിട്ടി. ഇപ്പോൾ ഇല്ല, ഡിവോഴ്സുകാർക്ക് ഇല്ല. ഓക്കെ, അത് ചില പദ്ധതികളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോയും പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നോക്കാം. എനിക്ക് എന്തായാലും ഒന്ന് മെസ്സേജ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചേക്കാം, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. സംഗീത ഹായ്, സിദ്ധാർത്ഥ് സിധു ഹായ്. അടുത്ത പരിപാടി കൊച്ചിയിൽ കൂടൂ, നോക്കാം. സംഗീത, അയ്യോ ഞാൻ എപ്പോൾ ഓക്കെ മറന്നുപോകും. ഇനി മറക്കരുത്, എവിടെയെങ്കിലും എഴുതിയിടൂ. സുനിൽ, വന്നേ ഉള്ളൂ, ഞാൻ പോണേ ഉള്ളൂ. ഇത്രയും നേരം എൻ്റെ കത്തി വീശലായിരുന്നു, കത്തിയടിയും കത്തി വയ്ക്കലും.
സൗമ്യ ഹായ്, രജനി ഹായ്, സജീവ് ഹായ്. അപ്പോൾ എൻ്റെ കത്തിയടി ഞാൻ ഇവിടെ സമാപിപ്പിക്കുകയാണ്. കത്തി വീശൽ, കത്തിയടി, കത്തി വയ്പ് എന്നിവ ഞാൻ സമാപിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്കിടയ്ക്ക് ഇതുപോലെ കത്തി പരിപാടികളായിട്ടൊക്കെ കാണാം. ഓക്കെ, ബൈ.